പ്രിയപ്പെട്ട എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ചില നോമ്പുകാല ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഉപവാസത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ. അവിടുന്ന് പറഞ്ഞത് എന്താണ് ഉപവാസം, എന്താണ് ഉപവാസം അല്ലാത്തത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അന്ന് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം തന്നെ വീണ്ടും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അതിതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം വാക്യം മുതൽ. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിലുദിക്കും, നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. പറയുന്നതാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. 3 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അന്നെന്ന പോലെ ഇന്നും കാണാൻ കഴിയും. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മനുഷ്യനെന്നും ഒരുപോലെയാണ്. മനുഷ്യൻ്റെ ചിന്താഗതികൾ ഒരുപോലെ തന്നെയാണ്. പാപം ചെയ്ത മനുഷ്യൻ അത് യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലാം ഒരുപോലെയാണ്. ഈ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മർദ്ദനം, കുറ്റാരോപണം, ദുർഭാഷണം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ആരെയാണ് നമ്മൾ മർദ്ദിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മർദ്ദിക്കുന്നത്? എന്ത് ഉപകരണം കൊണ്ട്? നമ്മൾ മർദ്ദിക്കുന്നത് എപ്പോഴും മറ്റു മനുഷ്യരെ ആയിരിക്കുമല്ലോ. നമ്മുടെ മൃഗങ്ങളെ, പട്ടിയെയും പൂച്ചയും ഒന്നും മർദ്ദിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല, അല്ലാതെ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യരെ, നമ്മളുടെ തന്നെ സഹോദരരെ നമ്മൾ പല വിധത്തിലുള്ള മർദ്ദനങ്ങൾക്ക് വിധേയരാക്കുന്നു. ശാരീരിക മർദ്ദനങ്ങൾ ധാരാളമുണ്ട്. അതെവിടെയാണ്? നമ്മുടെ കുടുംബങ്ങളിൽ എടുത്ത് നോക്കുക. ഈ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബങ്ങളിൽ, മദ്യപാനികളായ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും മർദ്ദിക്കുന്ന രംഗം അത്ര വിരളമൊന്നുമല്ല. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ ഒരധ്യാപകൻ പങ്കുവച്ച ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞ ഇതാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു നിർധന കുടുംബത്തിൽ നിന്നുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു, ആൺകുട്ടി. അവൻ ഒരു ദിവസം പോലും ഹോംവർക്ക് ചെയ്യല, ഗൃഹപാഠം ചെയ്യല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവനിങ്ങനെ മിണ്ടാതിരിക്കുകയുള്ളൂ. ഒരു ദിവസം സാർ ഇവനെ പിടിച്ച് എന്തോ വഴക്ക് പറയുക മാത്രമല്ല, അവൻ്റെ ചെവിക്ക് പിടിക്കുക ഏതാണ്ട് ചെയ്തു. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഞാൻ എങ്ങനെ ചെയ്തുകൊണ്ട് വരും ഈ ഹോംവർക്ക്? കാപ്പിച്ചോട്ടിൽ പോയിരുന്നിട്ട് ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ? എവിടെയെങ്കിലും വീട്ടിലൊക്കെ ഇരുന്ന് വെളിച്ചമുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് സാറിന് മനസ്സിലായത് എന്തോ പന്തികേട് ഇവൻ്റെ കുടുംബത്തിലുണ്ട്. സ്നേഹപൂർവ്വം സാറ് ഇവനെ വിളിച്ചു, ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പറ്റി? നീ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവൻ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പറഞ്ഞു, സാറേ എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും മദ്യപിച്ചിട്ട് വരും. അമ്മയെയും എൻ്റെ പെങ്ങളെയും എന്നെ എല്ലാം അടിക്കും. ഞങ്ങൾ പേടിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ള
കാപ്പിച്ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കും. ഒരു പാതിരാ നേരം വെളുക്കുമ്പോഴാണ് അച്ഛൻ ഉറങ്ങുന്നത്. അതുവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളവിടെ ആ സമയം മുഴുവൻ ഇരിക്കും. എന്നിട്ട് ഏതോ ഒരു സമയത്താണ് ഞങ്ങൾ കയറി വന്ന് കിടന്നുറങ്ങുന്നത്. ഇനി സാറ് പറ, ഞാൻ എങ്ങനെ ഹോംവർക്ക് ചെയ്യും? സാറിന് വല്ലാതെ അങ്ങ് വിങ്ങിപ്പൊട്ടി. സാറ് പറഞ്ഞു, മോനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു, ഇനി മേലിൽ ഞാനത് പറയല, എനിക്കിപ്പോൾ നിൻ്റെ സാഹചര്യം മനസ്സിലായി എന്ന് പറഞ്ഞ് സാർ അവനെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, സാറ് പിന്നെ ഒരിക്കലും അവനെ വഴക്ക് പറഞ്ഞിട്ടില്ല. അവനെന്നും സാറ് പറഞ്ഞു കൊടുക്കും. ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ അധ്യാപകൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. അവന് വലിയ സന്തോഷമായി. പ്രിയമുള്ളവരെ, മർദ്ദനം എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ ഉണ്ട്. ആ കുഞ്ഞിനെ ശാരീരികമായിട്ട് അച്ഛൻ അടിച്ചു, അമ്മയെ അടിച്ചു, പെങ്ങളെ അടിച്ചു, അതെല്ലാം അവൻ സഹിച്ചു. വേറൊരു കേസ് എനിക്കറിയാവുന്നത് അത് ഈ തരത്തിലാണ്. ഇതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ മദ്യപിച്ച് തെറിയും വിളിച്ച് വരുന്ന അച്ഛൻ. മൂത്ത മകന് 10-17 വയസ്സായി. അവൻ മടുത്തു. ഒരു ദിവസം അവൻ എന്ത് ചെയ്തു? അവനൊരു കതകിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നു. അവൻ മനസ്സ് മടുത്തിട്ടാണ്. അച്ഛൻ ഈ തെറി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അന്നൊക്കെ ഈ തേങ്ങ ചിരണ്ടുന്ന ചിരവ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരു തടി മുട്ടിയാണത്. അവനതെടുത്തിട്ട് ഈ അച്ഛൻ്റെ ഒരൊറ്റ അടി കൊടുത്തു. സങ്കടം സഹിക്കുക വയ്യാഞ്ഞിട്ടാണ്, അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിർഭാഗ്യവശാൽ അച്ഛൻ മരിച്ചുപോയി. എന്നാ ചെയ്യുന്നത്? അവസാനം കേസും ബഹളമെല്ലാമായി. ഓർക്കുക, ആ മർദ്ദനം ആ കുഞ്ഞിനെ എവിടം വരെ എത്തിച്ചു? തൻ്റെ അമ്മയെയും മറ്റ് സഹോദരങ്ങളെയും തെറി വിളിക്കുക മാത്രമല്ല, ശാരീരികമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് കണ്ട് സഹിക്കുക വയ്യാതെ അവൻ ചെയ്തു പോയതാണ്. അവനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ അവനെ ആ സ്ഥിതിയിലേക്ക് എത്തിച്ചതാരാണ്? അത് ഈ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് മർദ്ദനം ഒഴിവാക്കുക. തെറി വിളിക്കുന്ന മർദ്ദനമാണ്, ചീത്ത വിളിക്കുന്ന മർദ്ദനമാണ്. കാരണം എന്താണ്? അത് മനസ്സിനെയാണ് മർദ്ദിക്കുന്നത്. എന്നെക്കുറിച്ച് ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവും. എൻ്റെ മനസ്സിനെ മർദ്ദിക്കുകയാണ്. ആ മനസ്സിനെ മർദ്ദിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ചില മാറ്റങ്ങളുണ്ടാകും. നമുക്കറിയാം, ശരീരത്തിൽ മർദ്ദനമേറ്റാൽ നീര് വരും. കാരണം എന്താണ്? ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം പാകിയിട്ടുള്ള രക്തക്കുഴലുകൾ, അതിലൂടെ രക്തം ശരിയായിട്ട് പോകാതെ വരുമ്പോൾ അതെല്ലാം നീരായിട്ട് രൂപാന്തരപ്പെടും. അതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ അവയവങ്ങൾ ശരിയായതിൽ പ്രവർത്തിക്കാതെ വരും. അങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. ഇത് തന്നെയാണ് മാനസികമായ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ ഏൽപ്പിക്കുമ്പോഴും സംഭവിക്കുന്നത്. ആ മനസ്സ് ഇതുപോലെ ശരീരത്തിന് സംഭവിക്കുന്നത് പോലെ തന്നെ പ്രവർത്തനരഹിതമാകും, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതാകും. അതുകൊണ്ട് മർദ്ദനം ഒഴിവാക്കുക. അത് ഉപവാസത്തിൻ്റെ ഭാഗമാണ്. നീ മർദ്ദനം ഒഴിവാക്കുമ്പോൾ നീ ഉപവാസം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ദിവസത്തേനല്ല, 2 ദിവസത്തേനല്ല, നിൻ്റെ ജീവിതം മുഴുവനും അങ്ങനെ ആവണം. മർദ്ദനമില്ലാത്ത ഒരവസ്ഥാവിശേഷം. ആരെയും നീ മർദ്ദിക്കരുത്. അതേസമയത്ത് നമ്മൾ ഓർക്കണം, മക്കളെ നമ്മൾ ശിക്ഷണത്തിൽ വളർത്തണം. അധികാരികൾ ശിക്ഷണത്തിൽ വളർത്തണം തൻ്റെ അധീനതയിലുള്ളവരെ. അതവരുടെ കടമയാണ്. ആ ശിക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിനാനുപാതികമായ നിയമങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിലൊരു മാതാവ്, പിതാവ് എങ്ങനെ പ്രവർത്തിക്കണം മക്കളോട്, അല്ലെങ്കിൽ ഒരു അധികാരിക്ക് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ടാകും. എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനെയല്ല മർദ്ദനമെന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ 2 ഉദാഹരണങ്ങൾ പറയുന്ന മർദ്ദനങ്ങൾ. അപ്പോൾ ഈ മർദ്ദനങ്ങൾ പലതരത്തിൽ വീണ്ടും ഉണ്ടാകാം. എങ്ങനെയാണത്? സമ്പത്തിന് വേണ്ടിയിട്ട് മാനസികമായി മർദ്ദിക്കും. സ്ത്രീധനത്തിൻ്റെ പേരിൽ നീ എന്താണ് കൊണ്ടുവന്നത്? ഇവിടെയുള്ളതെല്ലാം എൻ്റേതാണ്. അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാർ, അങ്ങനെ പറയുന്ന അമ്മായിയപ്പനും അമ്മായിയമ്മയും. അവസാനം ഈ കെട്ടിവന്നിരിക്കുന്ന മകള് മാനസികമായ സമ്മർദ്ദം ഏൽക്കാൻ കഴിയാതെ അവൾ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോയെന്ന് വരും. അതിൻ്റെ ഉത്തരവാദി നമ്മളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ മർദ്ദിക്കുന്നവരൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കേണ്ടതാണ്. നീ മർദ്ദനം ഒഴിവാക്കുക. മർദ്ദനം ഒഴിവാക്കുമ്പോൾ
എന്താ സംഭവിക്കുക? നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിൽ ഒരു കാരണം ഈ തരത്തിലുള്ള മർദ്ദനവും ദുരാരോപണവും അല്ലെ ദുർഭാഷണവും അങ്ങനെയുള്ള കാര്യങ്ങളാകാം, കുറ്റാരോപണവുമെല്ലാം ആയിരിക്കാം. നീ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട്, പക്ഷേ പ്രാർത്ഥനയുടെ ഫലം കിട്ടുന്നുണ്ടോ? എനിക്ക് വേണം, ഇന്നത് വേണം, അത് തരണം, ആ പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് നീ ഉദാഹരണമായിട്ട് കുരിശിൻ്റെ വഴി നടത്തുന്നു, കൊന്ത ചെല്ലുന്നു. എന്തിനു വേണ്ടി? അതിൻ്റെ ഫലം നിനക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അതല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളുകയില്ല. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. നിൻ്റെ ഉപവാസം ഈ രീതിയിലാകുമ്പോൾ നീ ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോൾ അവിടുന്ന് ഉത്തരമരുളും. അല്ലെങ്കിൽ ഉത്തരമരുളില്ല. കാരണം ദൈവത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഉപവാസങ്ങളാണ് നീ അനുഷ്ഠിക്കുന്നത്. അതല്ല ദൈവത്തിന് പ്രീതികരമാകുന്ന ഉപവാസം. വീണ്ടും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ദുർഭാഷണം ഒഴിവാക്കുക. മലയാളിക്കൊരു പ്രത്യേകതയുണ്ട്. സ്വന്തം കാര്യം അന്വേഷിക്കില്ല, എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് താല്പര്യം. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. മലയാളി അങ്ങനെയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഏത് ലോകത്തിൽ ചെന്നാലും അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഈ കുറ്റാരോപണവും അതുപോലെ ദുർഭാഷണവും ഒഴിവാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ ന്യായമായിരിക്കുന്ന നിർബന്ധമില്ല. ആ വ്യക്തിക്ക് വേറെ പരിമിതികളുണ്ടാകും. ശാരീരിക പരിമിതി ഉണ്ടാകാം, നിയമപരിമിതി ഉണ്ടാകാം, ബൗദ്ധിക പരിമിതി ഉണ്ടാകാം. പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അതെല്ലാം അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് കുറ്റാരോപണം, ദുർഭാഷണം നടത്തുന്നത് നിൻ്റെ ഉപവാസത്തിന് വിരുദ്ധമാണ്. നീ ഉപവസിക്കുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയേ മതിയാകൂ. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലുമൊക്കെ ഈ കുറ്റാരോപണത്തിൻ്റെ ശൈലി, ദുർഭാഷണം, നല്ലതല്ലാത്ത ഭാഷണത്തിൻ്റെ ശൈലി ഉണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്ത് അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് ഒരു പരിശ്രമം നടത്തേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഉപവാസമായിട്ട് കർത്താവ് അംഗീകരിക്കുക. മനുഷ്യർ അംഗീകരിക്കുമായിരിക്കും ബാക്കിയുള്ള ഉപവാസങ്ങൾ. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ഉപവാസം ഇങ്ങനെയൊക്കെ ചെയ്താലേ ആവുകയുള്ളൂ എന്ന് നമ്മൾ ധരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദുർഭാഷണത്തെക്കുറിച്ച് പറയാൻ നമുക്കറിയാം. നമ്മുടെ നാവിനെക്കുറിച്ച് ഓർക്കണം. നാവ് മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ കഴിയും. കൊല്ലാക്കൊല ചെയ്യും. നമ്മൾ കൊല്ലുക എന്നല്ല, കൊല്ലാക്കൊല ചെയ്യും. നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുക. ഒരു തെറ്റുമില്ലാത്ത മനുഷ്യരെ പോലും വലിയ കുറ്റവാളികളാക്കി ചിത്രീകരിക്കാൻ പറ്റും. അവസാനം അല്ല എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താണ്? നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, അത്ര തന്നെ. ബാക്കിയുള്ളവർക്ക് അതിനകത്ത് താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഏതൊരു മേഖലയിലായാലും, അത് നമ്മുടെ കുടുംബങ്ങളിലോ സ്വകാര്യ സംഭാഷണങ്ങളിലോ മാത്രമല്ല, നമ്മൾ ജോലിയെടുക്കുന്ന ആ പ്രൊഫഷണലായിട്ടുള്ള മേഖലകളുണ്ട്. അവിടെയും നമ്മൾ ഈ ദുർഭാഷണം ഒഴിവാക്കിയേ മതിയാകും. എന്നെ കേൾക്കുന്നവരിൽ, കാണുന്നവരിൽ ഒരുപാട് പേര് ഇങ്ങനെയുള്ള മേഖലകളിൽ ജോലിയെടുക്കുന്നവരുണ്ടാകുമല്ലോ. നമുക്ക് ജീവിക്കണം എന്നതുകൊണ്ട് ഈ കുറ്റാരോപണവും ദുർഭാഷണവും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാണെങ്കിൽ അത് ഒരു മനുഷ്യന് ചേർന്നതാണോ എന്ന് ചിന്തിച്ച് നോക്കുക. കേവലം ക്രൈസ്തവമായ ഒരു പുണ്യം, ഗുണം എന്ന നിലയിൽ മാത്രമല്ല ഞാനതിനെ പറയുന്നത്. അത് മാനുഷികമാണോ? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നമ്മൾ മൃഗങ്ങളെ കാണാറുണ്ട്. ഈ മൃഗങ്ങളുടെ കാര്യം എടുത്ത് നോക്കുക. ഒരു സിംഹമാണെങ്കിൽ പോലും അതിന് വയറ് നിറഞ്ഞാൽ പിന്നെ അത് മറ്റു മൃഗങ്ങളെ കൊല്ലാൻ പോവുകയില്ല. അല്ലെങ്കിൽ ഒരു പാമ്പാണെങ്കിൽ ഓടി നടന്ന് എല്ലാവരെയും കടിക്കുകയില്ല.
അതിന് പേടി വരുമ്പോഴൊക്കെ അത് കടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, ഭ്രാന്ത് പിടിച്ചൊരു പട്ടി, പേപ്പട്ടി, അത് കാണുന്നവരെല്ലാം കടിക്കും. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ശരീരത്തിൽ കയറാൻ പാടില്ലാത്ത ചില അണുക്കൾ കയറിയിരിക്കുന്നു. അതുകൊണ്ടാണത് കടിക്കുന്നത്. അല്ലേ എല്ലാ പട്ടികളും ഒന്ന് ഓടി നടന്ന് ആരെയും കടിക്കുന്നില്ലല്ലോ. ചുരുക്കം പട്ടികൾ കടിക്കും. അപ്പോൾ ഈ മൃഗങ്ങൾ പോലും ചില നിയമങ്ങൾ പാലിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രത്യേക ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഓടി നടന്ന് ഇങ്ങനെയെല്ലാം ഈ ആളുകളെ കടിക്കാൻ പാടുണ്ടോ? ദുർഭാഷണം അത് നമ്മൾ ഈ ഭ്രാന്ത് പിടിച്ച പട്ടിയെ പോലെ കടിക്കുന്നതാണ്. അതുകൊണ്ട് എന്തോരം പേർക്ക് മാനഹാനി മാത്രമല്ല, ജീവഹാനിയും സാമ്പത്തിക നഷ്ടം എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് ചിന്തിച്ചു നോക്കണ്ടേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകരമാകുന്നുണ്ടോ? നന്മയുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അതവരെ നശിപ്പിക്കാനായിരിക്കാം ചിലപ്പോൾ കാരണമാകുന്നത്. ഇതെല്ലാം ഉപവാസത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ദുർഭാഷണവും കുറ്റാരോപണവും എല്ലാം ഈ നമ്മുടെ ഉപവാസത്തിൻ്റെ വിഷയങ്ങളാക്കി മാറ്റണം. ഇനി നമ്മൾ ഓർക്കേണ്ടത്, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുതെല്ലാം ചെയ്യുന്നത്? അതാ 1-2 ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാനല്ല, അതൊരു ശീലമായിട്ട് മാറണം. നമ്മുടെയൊക്കെ ശീലം, ഉദാഹരണത്തിന് സമയത്ത് ഒരു പറഞ്ഞാലൊരു സമയത്ത് ചെല്ലുക, പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ എന്ന് പറയും അതിനെ. എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് എപ്പോഴും അനുഭവപ്പെടുന്നൊരു പ്രയാസം ഇതാണ്. ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ 10 മണിക്ക് തുടങ്ങാമെന്ന് പറയും. ചെല്ലുമ്പോൾ പറയും 10:30 തുടങ്ങുള്ളൂ എന്ന് പറയും. തുടങ്ങുമ്പോൾ 10:45 അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞുകൂടാ 10:45 ഞങ്ങൾ തുടങ്ങുകയുള്ളൂ? അപ്പോൾ എനിക്ക് ആ 3/4 മണിക്കൂർ സമയം വേറെ എന്തെങ്കിലും കാര്യത്തിൽ ചിലവഴിച്ചുകൂടെ? ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ പത്രം വായിക്കാനോ നല്ലൊരു പുസ്തകം വായിക്കാനോ എനിക്ക് ചിലവഴിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടാകും, അവരെയും കൂടി കണ്ടിട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ ഉപവാസത്തിൻ്റെ വിഷയമായിട്ട് ഭവിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും ചില അനുഷ്ഠാനങ്ങളിൽ ഒതുക്കി നിർത്താനാണ് ഇഷ്ടം. അങ്ങനെ അനുഷ്ഠാനങ്ങളല്ല ഉപവാസം എന്ന് പറയുന്നത്. നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനിങ്ങനെ ഈ പങ്ക്ച്വാലിറ്റി പാലിക്കുന്നു എന്ന് ഞാൻ തന്നെ അതായത് ഞാനത് പരിശ്രമിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അത് ശീലിച്ചതുകൊണ്ടാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ ഒരു ഹെഡ് മിസ്ട്രസ് തല്ലിയ കാര്യം. ഒരു വർഷം ജനുവരി 1-ാം തീയതി സ്കൂളിൽ ചെല്ലുമ്പോൾ തല്ലി കിട്ടിയ കാര്യമാണത്. തലേ ദിവസം ടീച്ചർ പറഞ്ഞിരുന്നു, നാളെ താമസിച്ച് വരുന്നവർ എല്ലാം അവർക്കെല്ലാം തല്ല് കൊടുക്കുമെന്ന്. ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ല, വീട്ടിലൊരുപാട് ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ദൂരെയാണ് സ്കൂള്, ഓടി ചെല്ലുകയാണ്. പക്ഷെ ഒന്നും ചോദിക്കാതെ തന്നെ ഈ ടീച്ചർ എന്നെ തല്ലി. അന്നേരം ഒരല്പം വിഷമം തോന്നിയെങ്കിലും ടീച്ചറിന് ഞാൻ ഒന്നും, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഒന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ ആ തല്ലിന് വേറൊരു വശമുണ്ടായി. എൻ്റെ കുറ്റം കൊണ്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും ഞാൻ താമസിക്കാൻ പാടില്ല. ഈ പങ്ക്ച്വാലിറ്റി ഞാനിങ്ങനെ പാലിക്കാൻ പരിശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില ആശയങ്ങളുണ്ട്. പലർക്കും അത് അലോസരമുണ്ടാക്കും. ഇപ്പോൾ 2 മിനിറ്റ് താമസിച്ചാൽ എന്താ കുഴപ്പം? നമ്മുടെ ഈ നോമ്പ് കാലത്ത്, ഉപവാസ കാലത്ത് നമ്മൾ ശീലിക്കുന്ന ചില കാര്യങ്ങളാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ ആയിരിക്കാൻ വേണ്ടി ശീലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദുർഭാഷണവും കുറ്റാരോപണവും മർദ്ദനമൊക്കെ ഒഴിവാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിത്തീരാമേ, അത് ആ തിന്മകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിനുശേഷം ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല. മദ്യപാനവും പുകവലിയും ഒക്കെ ഇതുപോലെ തന്നെയാണ്, പിന്നീട് ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനപ്പുറം നമുക്ക് അതൊരു ശീലമാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നത്, ഈ വലിയ നോമ്പ് വീടുന്ന ദിവസം രാത്രിയിൽ കുർബാന കഴിഞ്ഞിട്ട്, പാതിരാ കുർബാന മിക്കവാറും ക്രിസ്മസിനൊക്കെ അങ്ങനെയാണല്ലോ, വലിയ നോമ്പിലാണെങ്കിൽ 3 മണിക്കത്തെ കുർബാന കഴിഞ്ഞ് ചേട്ടന്മാരൊക്കെ ഓടും. എന്തിനെന്നറിയോ? ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസം തന്നെ ഇറച്ചിയൊക്കെ മേടിച്ച് കറി വെച്ചിട്ടുണ്ടാവും. കുർബാന കഴിയാതെ പറ്റില്ലല്ലോ, നോമ്പ് അന്നേരേ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അത്രമേൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷമുണ്ട്. നമ്മൾ നോമ്പ് കാലത്ത് ചിലപ്പോഴേ കറി വെക്കുമ്പോൾ മിക്കവാറുമൊക്കെ മീനിൻ്റെയൊക്കെ ടേസ്റ്റുള്ള രീതിയിൽ കറി വെക്കും, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്.
അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ മീനിൻ്റെ രീതിയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ മീൻ കഴിച്ചില്ല എന്നുള്ളതാണോ വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ അതാണോ ഉപവാസം? അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. നേരെ മറിച്ച് ആ മീനിൻ്റെ ടേസ്റ്റ് പോലും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും മതി. ചുരുക്കത്തിൽ ഈ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു പരിശീലന സമയമാണ്. ഈ പരിശീലന സമയത്ത് പരിശീലിക്കുന്നത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. 1, 2, 3 നേരമൊന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു വ്യക്തിക്ക് ഒന്നും സംഭവിക്കില്ല. അതേ സമയത്ത് ഭക്ഷണം കഴിക്കാനില്ലാത്തവർ എല്ലാ നേരവും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു നേരം മാത്രം ഭക്ഷിച്ച് കഴിയുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ സമൂഹത്തിൽ. ചിന്തിച്ച് നോക്കുക, അവരത് ഉപവാസമായിട്ടൊന്നുമല്ല, വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അവർക്ക് ആരോഗ്യം കുറയുന്നുണ്ട് എങ്കിലും അവരാരും വലിയ പ്രയാസത്തിൽ മരിച്ചൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നന്നായിട്ട് ഭക്ഷിച്ച ഒരാൾക്ക് ഒരു ദിവസം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പല രോഗങ്ങളുള്ളവർ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഭക്ഷണത്തിൽ പോലും നമ്മൾ മിതത്വമൊക്കെ പാലിക്കുമ്പോൾ ഓർക്കുക, ഇത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്യാൻ വേണ്ടിയുള്ള ചില ശീലങ്ങൾ അഭ്യസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ട് വേണം അവയൊക്കെ സ്വീകരിക്കാനായിട്ട്. ഈ നോമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയിട്ട് വേണം ഒന്ന് ആഘോഷിക്കാൻ എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഇത് പോകരുത്. പലപ്പോഴും ഈ യൂസഫ് പിതാവിൻ്റെ തിരുനാൾ പലപ്പോഴുമല്ല മാർച്ച് 19 വരും. മിക്കവാറും മാർച്ച് 19 നോമ്പിൻ്റെ നടുവിലാണ്, വലിയ നോമ്പിൻ്റെ. അപ്പോൾ നമ്മുടെ ഇടയിലൊരു, പ്രത്യേകിച്ച് നമ്മുടെ വൈദിക സന്യാസ സമൂഹത്തിൻ്റെ ഇടയിൽ ആചാരമുണ്ട്, എന്താണ് ഫീസ്റ്റ് ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ പലരും പറയും, നോമ്പ് കാലത്തായ പോലെ ഒന്ന് ആഘോഷിക്കാൻ പറ്റുകയില്ല. അത് വളരെ തെറ്റായ ചിന്തയാണത്. കാരണം എന്താണ്? ആ ചിന്ത തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉപവാസത്തിൻ്റെ എല്ലാം ലക്ഷ്യം. അതില്ലാതാകുന്നില്ലെങ്കിൽ ഉപവാസം എങ്ങും എത്തിയിട്ടില്ലെന്നാണ് ഇതിനർത്ഥം. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ആഘോഷങ്ങളെക്കുറിച്ചും ഇത് തന്നെ പറയാറുണ്ട്. അപ്പോൾ ഒരു ജൂബിലി, അതിൻ്റെ തൊട്ട് തലേന്നോ അല്ലെ 2 ദിവസം മുമ്പായിരിക്കും വളരെ അടുത്ത ആരെങ്കിലുമൊക്കെ മരിക്കുന്നത്. പിന്നെ ആ ജൂബിലി ആഘോഷിക്കാൻ പ്രയാസമല്ലേ? അപ്പോൾ ചിലർ പറയും, അതാ കൃത്യനേരത്ത് അങ്ങനെ വന്നുപോയി. അവിടെ നമുക്ക് ആ പ്രയാസം തോന്നാതിരിക്കുക എന്നുള്ളതാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിലേ നമുക്ക് പിന്നെ അങ്ങനെ തോന്നാതിരിക്കുകയുള്ളൂ. ഈ നോമ്പ് കാലത്തെ എല്ലാ അനുഷ്ഠാനങ്ങളും അതെല്ലാം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗങ്ങളാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ പിന്നെ നമ്മൾ അതനുസരിച്ച് ജീവിക്കാനായിട്ട് ആരംഭിക്കുക. അപ്പോൾ മാത്രമേ നമ്മൾ കർത്താവിൻ്റെ വാഗ്ദാനമനുസരിച്ച് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി തരും എന്നുള്ള ആ വാഗ്ദാനം പ്രാപിക്കുകയുള്ളൂ. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ പിന്നിൽ, നമ്മുടെ സംരക്ഷണത്തിനായിട്ട് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നോമ്പ് കാലത്ത് നമ്മളെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിരന്തരമായിട്ട് ഇതെല്ലാം വായിച്ച് അത് നമ്മൾ ഉൾക്കൊള്ളുക. കർത്താവിൻ്റെ വചനം ഇരുതലവാളാണ്. അത് കയറിപ്പോകുന്ന സന്ധിബന്ധങ്ങളെല്ലാം അത് കീറിമുറിക്കും. ദൈവത്തിൻ്റെ വചനം അതിശക്തമാണ്. അത് ദൈവം തന്നെയാണത്, ഈശോയാണ്. ആ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നിനും പിന്നെ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല. ഈ നോമ്പ് കാലം നമുക്ക് അങ്ങനെ ഫലവത്താക്കാം, നമ്മളെ തന്നെ മാറ്റാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.